നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നീണ്ടൂർ ശ്രീ കുറ്റ്യാനിക്കുളങ്ങര ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ്. മനുഷ്യന് എപ്പോഴും ഉത്കണ്ഠാകുലരാണ്. നാളെയെക്കുറിച്ച് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ജോലി തടസ്സമുണ്ടാകുമോ, വിവാഹ തടസ്സങ്ങളുണ്ടാകുമോ, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ പെട്ടിങ്ങനെ നമ്മൾ ഉഴലുമ്പോൾ അതിന് ശാശ്വതമായ പരിഹാരം തരുന്ന ഒരു ജ്യോതിശാലയം ഈ അമ്പലത്തിന് സമീപത്തായിട്ട് തന്നെ ഉണ്ട്. ശ്രീ നീണ്ടൂർ കാവിലമ്മ ജ്യോതിശാലയം പ്രഗത്ഭനായ ഒരു ജ്യോതിഷിയാണ് ഇത് നടത്തുന്നത്. അദ്ദേഹം ഈ അമ്പലത്തിലെ സഹശാന്തി കൂടിയാണ്. അപ്പോൾ നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ മാറുന്നതിന് എന്താണ് ചെയ്യേണ്ടത്, അമ്പലവുമായി ബന്ധപ്പെട്ട ഒരുപാട് വഴിപാടുകളും അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ജ്യോതിശാലയത്തെക്കുറിച്ചും ആ ജ്യോതിഷിയെക്കുറിച്ചും നമുക്കൊന്ന് പറയാം. വരൂ. ശ്രീ കാവിലമ്മ ജ്യോതിശാലയം നീണ്ടൂർ, അതിൻ്റെ ബഹുമാന്യനായ ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണ ശർമ്മ തിരുമേനിയാണ് എന്നോടൊപ്പം ഉള്ളത്. തിരുമേനിയെ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് ഇവിടെ ഉള്ളത്? പൊതുവേ ഇവിടെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ പൊതുവെ തന്നെ ഇവിടെ മുട്ടറക്ക് എന്നും പറഞ്ഞൊരു പ്രത്യേകമായ വഴിപാടുണ്ട്. ശരി. അത് മധ്യ കേരളത്തിൽ നമ്മുടെ അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ. അതിൽ പരിഹാരങ്ങൾക്കുള്ള സന്താനമുട്ട്, അതേപോലെ വിദേശ ജോലിക്കുള്ള മുട്ടുകൾ. ഈ മുട്ടെന്ന് പറഞ്ഞാൽ നാളികേരം ഉടച്ച് ഫലം പറയുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കാടാമ്പുഴ ക്ഷേത്രത്തിലേ ഉള്ളൂ വടക്ക്. ശരിക്കും തെക്കോട്ട് വരുമ്പോൾ നമ്മുടെ അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റമ്പലങ്ങളിൽ ഫലം പറയാറില്ല. പക്ഷേ ഇവിടെയുള്ള അമ്പലങ്ങളിൽ നമ്മുടെ അമ്പലത്തിൽ ഇതിൻ്റെ ഫലം പറയും. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ തടസ്സങ്ങളെല്ലാം മാറി കാര്യങ്ങളെല്ലാം വളരെ ശുഭമായിട്ട് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അമ്പലത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങളായിട്ട് അവിടെ തൊട്ടടുത്തുള്ള ഒരു മൂലസ്ഥാനം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലായിരുന്നു ഭഗവതി കുടികൊണ്ടിരുന്നത്. കുറ്റ്യാനിയാണ്, അതാണ് കുറ്റ്യാനിക്കുളങ്ങര, കുറ്റ്യാനിയാണ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് ശാന്തി കഴിച്ചിരുന്ന തിരുമേനിയുടെ കൂടെ ഭഗവതി ഈ സ്ഥലത്തേക്ക് കുറ്റ്യാനി അടുത്തേക്ക് പോന്നിരുന്നു എന്നാണ് ഇതിന്റെ ഐതിഹ്യം. അതാണ് ശ്രീ കുറ്റ്യാനിക്കുളങ്ങര ക്ഷേത്രം. ദേവിയാണ് പ്രധാന ദേവിയാണ്, ഭദ്രകാളിയാണ്, അമ്മയാണ്. വളരെ ഈ നമ്മുടെ ഈ സ്ഥലങ്ങളിൽ ഉള്ളതിൽ ഏറ്റവും വളരെ പ്രമുഖമായ ഒരു അമ്പലമാണ് കുറ്റ്യാനിക്കുളങ്ങര ദേവക്ഷേത്രം. അപ്പൊ അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ജ്യോതിശാലയം. അപ്പൊ അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് തിരുമേനി തന്നെയാണ്. അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ്, ഈ മുട്ടറക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് ജ്യോതിഷം ഇവിടെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് നമ്മൾ ജ്യോതിഷം നോക്കി അതിൻ്റെ ഫലം അനുസരിച്ച് നമ്മുടെ മുട്ടറക്കും മറ്റു വഴിപാടുകൾ ചെയ്യാം. അതുമാത്രമല്ല, പരിഹാരത്തിന് ഈ രക്ഷസിൻ്റെ ദോഷങ്ങൾ, അല്ലെങ്കിൽ പിന്നെ ഗുളികൻ്റെ ദോഷങ്ങൾ, സർപ്പദോഷം, ഇതിനൊക്കെ അവരവരുടേതായിട്ടുള്ള ഈ ഭക്തന്മാരുടെ ഇതിന് സർപ്പങ്ങളെയും അതുപോലെ കുടുംബത്തിലുള്ള പരമ്പരാഗത ദോഷങ്ങൾ കാണുമല്ലോ, അത് ആവാഹിച്ച് പ്രത്യേകമായിട്ട് തിടപ്പള്ളി നേദ്യം കഴിച്ച് ദോഷങ്ങൾ മാറ്റുന്നതാണ്. മെയിനായിട്ട് ഇവിടെ നമ്മുടെ അടുത്ത് വരുന്നത് ഈ പുറത്തു പോകാനുള്ള തടസ്സം. ഫോറിനിൽ ജോലി പോകുന്ന നഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ജോലി തടസ്സങ്ങൾക്ക് ചെയ്യും. വിവാഹ തടസ്സം, അല്ലെങ്കിൽ കുട്ടികൾ 10-18 ദിവസം കഞ്ചാവ് അതുപോലെയുള്ള ലഹരി ഉപയോഗിച്ച് അമ്മയെന്നുകൂടെ വിളിക്കാത്ത തലമുറയിലെ വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് വരുമ്പോൾ അതൊക്കെ അവർക്ക് എല്ലാവർക്കും ശാശ്വതമായിട്ട് കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്നു. ജോലി സാധ്യതകൾ പിന്നെ മറ്റെന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായും മെയിനായിട്ട് ഇതുപോലുള്ള എന്ത് വിവാഹ തടസ്സം, ശത്രുദോഷങ്ങൾ, അതേപോലെ ഈ ഗുളികദോഷം, അത് പിതൃദോഷം ജനറലായിട്ട് എല്ലാ കുടുംബ ഗുളികദോഷം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗുളികദോഷം എന്ന് പറയുന്നത് പിതൃക്കൾ മൂലം വരുന്നതാണ്. 7 പരമ്പരയിൽ വരുന്ന വയസ്സായവർക്ക് ശരിയായിട്ടുള്ള എങ്ങനെയാണ് ഈ ഗുളികൻ നമ്മുടെ ജ്യോതിഷത്തിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇപ്പം പിതൃക്കൾ മൂലം പ്രായമായവരെ വളരെ കഷ്ടപ്പെട്ട് മരിക്കുക, സ്ത്രീകൾ കല്യാണം കഴിച്ച് പുറത്തു പോയിട്ട് വളരെ കഷ്ടപ്പെട്ട് കണ്ണീരും കമ്പലയായിട്ട് തിരിച്ചു വന്ന് മരിക്കുക, ദുർമരണങ്ങൾ ഉണ്ടാകുക, ഇതുപോലെയുള്ള കാര്യം ഇപ്പം ജീവനോടെ ഇരിക്കുന്ന പ്രായമായവരെ ശരിക്കും നോക്കാതിരിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ അടുത്ത ജനറേഷനിൽ അത് ജാതകത്തിൽ ഗുളികദോഷമായിട്ട് അത് 7 തലമുറ വരെ ഇങ്ങനെ ഒരാൾക്ക് കാണിച്ചാൽ അച്ഛൻ കാണിച്ചാൽ മകന് കാണിക്കും, മകൻ കാണിച്ചാൽ മകൻ്റെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും. ആ ദോഷങ്ങൾ മാറ്റുക. പിന്നെ അതേപോലെ പരിഹാര പൂജകൾ ചെയ്തു കൊടുക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നെ തിരുമേനി ആയതുകൊണ്ടും അമ്പലത്തിൽ തന്നെ ഉള്ളതുകൊണ്ടും ഞങ്ങൾ ചെയ്യും. അല്ല, ശരിക്കും ഇവിടെ വന്നപ്പോഴത്തേക്ക് ശരിക്കും ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്. ശരിക്കും തിരുമേനിക്ക് പാരമ്പര്യമായി കിട്ടിയതാണോ ഈ ജ്യോതിഷം എന്ന് പറയുന്നത്? ഇപ്പം എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ? ഇപ്പം ഏതാണ്ട് ഒരു 10 വർഷത്തോളം ചെയ്യുന്നുണ്ട്. ശരി. അപ്പോൾ ഇതിൻ്റെ ഈ കൺസൾട്ടിങ് ഇതിൻ്റെ ടൈമൊക്കെ ആളുകൾ എങ്ങനെ നേരത്തെ ബുക്ക് ചെയ്യണോ അതോ വിളിച്ചാൽ മതി? ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ നമ്പറൊക്കെ അറിയാവുന്നവർ വിളിച്ച് എല്ലാവരും പറയുന്നുണ്ട് ഏത് സമയത്ത് വിളിച്ചാലും നമ്മളതിന് വർക്ക് ചെയ്ത് കൊടുക്കും. എൻ്റെ ജ്യോതിഷ ആചാര്യൻ ജ്യോതിഷ ശിരോമണി ബാബു സാറാണ് എൻ്റെ ജ്യോതിഷ ഗുരു. അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചിട്ടയായിട്ട് പാലിക്കാറുണ്ട്. നല്ലപോലെ ആൾക്കാർക്ക് എല്ലാവരും ആ ഗുരുത്വം എന്ന് പറയുന്നത് എപ്പോഴും അല്ലേ ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാത്തതും പഴയ തലമുറയ്ക്കൊക്കെ ഉള്ളതുമായ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ ഈ തലമുറ ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ തിരുമേനി? ഒരു കുറച്ച് നാൾ മുമ്പേ വരെ ഇത്ര വിശ്വാസമില്ലായിരുന്നു. ഇപ്പം എല്ലാവരും വളരെ വിശ്വസിച്ച് ഈ കാര്യങ്ങൾ ജ്യോതിഷം ചെയ്യുകയും പൂജകൾ ചെയ്യും. അമ്പലത്തിലൊക്കെ ഇപ്പം മുമ്പിലത്തേക്കായാലും ഭക്തന്മാരുടെ യുവാക്കളാണല്ലേ, യുവാക്കൾ വളരെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അത് ശരി. മറ്റ് എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ജ്യോതിഷത്തെക്കുറിച്ച് പറയാനുള്ളത്? പൊതുവെ ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ടോ? അല്ല, വേറെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. നമ്മൾ ജ്യോതിഷം ഏത് കാര്യം ചെയ്താലും ഒരു ജ്യോതിഷിയെ കണ്ട് ഒന്ന് നോക്കിയിട്ട് അങ്ങനത്തെ സമയം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ആ കാര്യം ചെയ്യുവാണെങ്കിൽ പ്രഗത്ഭരായ താങ്കളെ പോലുള്ള ജ്യോതിഷികളുടെ അടുത്ത് കേട്ടോ, അദ്ദേഹത്തെ പോലുള്ള ജ്യോതിഷികളുടെ അടുത്ത് പറയാം. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് എഫക്റ്റ് കൂടുതലായിരിക്കും. അപ്പം ഇപ്പം തന്നെ ഇതിന് മുമ്പേ ഒക്കെ നമ്മൾ മുട്ടറൊക്കെ ഞാൻ നോക്കി തുടങ്ങുന്നതിന് മുമ്പേ മുട്ടറൊക്കെ നടത്തുന്നതിനും ജ്യോതിഷം നോക്കിയിട്ട് മുട്ടറൊക്കെ നടക്കുന്നതിന് ഡിഫറൻസ് ഉണ്ട്. എന്തിനായിട്ടാണ് ചെയ്യുന്നത്, ഇന്ന കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മുട്ടറക്ക് ചെയ്യുമ്പോൾ വളരെ ഫലം. ഈ മുട്ടറക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുകൂടെ വിശദീകരിക്കാം. മുട്ടറക്ക് എന്ന് പറയുന്നത് മധ്യ കേരളത്തിൽ നമ്മുടെ അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാവിലെ 7 മണി മുതൽ 11 മണി വരെയാണ് അതിന്റെ സമയം. അത് പ്രായഭേദമന്യേ എല്ലാവർക്കും സ്ത്രീകള് പുരുഷന്മാരെ കുട്ടികളെ എല്ലാവർക്കും ചെയ്യാം. വിദ്യാ തടസ്സത്തിന് ചെയ്യാം, വിവാഹത്തിന് വിവാഹമുട്ടി ചെയ്യാം. ഓരോന്നിനും ഉണ്ടല്ലേ, എല്ലാത്തിനും സെപ്പറേഷൻ. കന്നുകാലി പ്രശ്നങ്ങൾ ഉണ്ടാകും. പല കുടുംബങ്ങളിൽ കന്നുകാലി അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, അങ്ങനെയുള്ളവർ ചത്തു പോകും ദോഷങ്ങൾ കൊണ്ട്. അതുപോലുള്ള കന്നുകാലി മുട്ട് ദോഷം മാറ്റാൻ ചെയ്യാം. പിന്നെ നടഗുരുതി കഴിക്കാം. ഈ ദോഷങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറാൻ രാത്രിയിൽ എല്ലാ ദിവസവും നടഗുരുതി ഉണ്ട്. ശരി. അതെ. അപ്പം ഈ മുട്ടറക്ക് മൂലം നമ്മൾ ചെയ്യുകയും ശാശ്വതമാക്കി പ്രശ്നങ്ങൾ പരിഹാരം ചെയ്യുകയും അതേപോലെ ഗുരുതിയും കൂടെ കഴിക്കുമ്പോൾ ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, ജനറലായിട്ട് ഈ ശത്രുദോഷം എന്ന് നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ നമ്മുടെ കുടുംബം ഇവന്റെ കുടുംബം വളരെ നന്നായി പോകുന്നുണ്ടല്ലോ എന്ന് ഓർത്താൽ മതി അവിടെ ശത്രുദോഷം. അങ്ങനെയാണ് കണ്ണ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ശത്രുദോഷമായിട്ട് വലിയ തോതിൽ വരുന്നത്. ശരിക്കും ഉള്ളത് തന്നെയാണ്, നമ്മുടെ കൺമുമ്പിൽ കാണാവുന്നതാണ്. പലരും ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ ചരട് ജപിച്ചു കൊടുക്കുക, ഏലസ് ധരിപ്പിക്കുക, ഈ പൂജ കഴിച്ചു കൊടുക്കുക. ഇതുപോലെ അത് ഒരുപാട് വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് തന്നെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ശരിക്കും ആ ചെറിയ ചെറിയ തടസ്സങ്ങളാണ് ജീവിതത്തിലെ വലിയ വലിയ ബുദ്ധിമുട്ടുകളായി പിന്നീട് വരുന്നത് അല്ലേ? അപ്പൊ അതിനെല്ലാം ജ്യോതിഷത്തിൽ കാര്യങ്ങളുണ്ടാനും അതിനുള്ള പരിഹാരങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നതുകൊണ്ട് വേറെ പല പല അമ്പലങ്ങളിലോ പല പല സ്ഥലങ്ങളിലോ പോകേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് എല്ലാ അമ്പലവും ഇതൊക്കെ തന്നെ ഇവിടെ തന്നെ ഉണ്ട് കാര്യങ്ങൾ. തിരുമേനി, എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിലുണ്ട്. അവന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ തിരുമേനിയെ നേരിട്ട് വന്ന് കാണാൻ പറ്റും. അപ്പം വിദേശത്തൊക്കെ ഉള്ളവർ, ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് എങ്ങനെയാണ് താങ്കളെ കോൺടാക്ട് ചെയ്യേണ്ടത്? നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്. വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും അതിൽ മൂലം വോയിസ് മെസ്സേജ് മൂലം അവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് കൊടുക്കുകയും അവർക്കായിട്ട് നമ്മളിവിടെ പൂജകളെല്ലാം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അവരുടെ എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് നമുക്ക് ഡീൽ ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇപ്പോൾ നമ്മൾ ക്ഷേത്ര പരിസരത്താണ് നിൽക്കുന്നത്. കുറ്റ്യാനിക്കുളങ്ങര ദേവക്ഷേത്രം ഏറെ പ്രശസ്തമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നവഗ്രഹങ്ങളുടെ സാന്നിധ്യമാണ് ഇവിടെ ഒത്തിരി ഉള്ളത്. വലിയ അനുഗ്രഹം തേടി ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊന്ന് പറയാമോ? ഇവിടെ വളരെ വർഷങ്ങളായിട്ട് നവഗ്രഹ ക്ഷേത്രം ഉണ്ട്. ഈ മധ്യ കേരളത്തിലുള്ള നല്ലൊരു നവഗ്രഹ ക്ഷേത്രമാണ്. വളരെ പുറത്തുനിന്നുള്ള വളരെ ദൂരത്തിൽ നിന്ന് ആൾക്കാരെല്ലാം വന്ന് ഇവിടെ പൂജകൾ കഴിക്കാവുന്ന, കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ദിവസവും നവഗ്രഹ പൂജ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ പരിഹാര പൂജകൾക്കും നവഗ്രഹത്തിൻ്റെ ഓരോ പൂജകൾ പലതും ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. നവഗ്രഹ ക്ഷേത്രം ഇവിടെയുള്ള നവഗ്രഹ ക്ഷേത്രം എന്ന് തന്നെ അറിയപ്പെടുന്നുണ്ട് ഈ അമ്പലം. എന്തായാലും ഉദ്ദിഷ്ടകാര്യത്തിന് കാര്യങ്ങളെല്ലാം ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു ദേവിയാണ്. എല്ലാ വിധമായ
ദേവന്മാരും നമ്മുടെ അമ്പലത്തിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ പരിഹാരം എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ ഉണ്ടാവും. അനുഗ്രഹങ്ങളുണ്ട്. ശരിക്കും ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ കിട്ടുന്നത് കേട്ടോ. ശരി, എന്തായാലും ജ്യോതിഷത്തെക്കുറിച്ച് വളരെ വിശദമായ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു വന്നു. പ്രത്യേക നന്ദി. അപ്പോൾ ജീവിത പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ തിരുമേനിയുടെ അടുത്തേക്ക് വരിക. ശ്രീ കാവിലമ്മ ജ്യോതിഷാലയം നമുക്ക് അതിനെല്ലാ പരിഹാരങ്ങളും പറഞ്ഞു തരും. തിരുമേനി എപ്പോഴും ഇവിടെയുണ്ട്. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട്, അമ്പലത്തിൻ്റെ പരിസരത്ത് തന്നെ ആയതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ അമ്പലത്തിലും ഒക്കെ വെച്ച് നമുക്ക് പരിഹാരങ്ങൾ പറഞ്ഞു തരുന്ന അറിവുള്ള ഒരു ജ്ഞാനിയാണ്. അദ്ദേഹത്തിന് പ്രത്യേക നന്ദി. അപ്പോൾ വീണ്ടും മനോഹരമായ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ ക്യാമറാമാൻ റിജോയ് പറവൂറിനും എൻറ്റയർ മീഡിയ ടീമിനും ബഹുമാന്യനായ തിരുമേനിക്കൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി. നന്ദി.